കഴിഞ്ഞ 3 പതിറ്റാണ്ട് എൻ.പി. മൊയ്തീൻ സുപ്രധാന സ്ഥാനത്തില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും കോഴിക്കോട്ടെ യു.ഡി.എഫിനില്ല. തന്ത്രങ്ങൾ ആവിഷ്കരിച്ചും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരുന്നു അദ്ദേഹം. 1977-ൽ ബേപ്പൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവാനും എൻ.പി. മൊയ്തീന് അവസരം ലഭിച്ചു. ഇടതുകോട്ടയായ ബേപ്പൂരിൽ CPM-ന്റെ ശക്തനായ നേതാവായിരുന്ന ചാത്തുണ്ണി മാസ്റ്ററെ തോൽപ്പിച്ച അദ്ദേഹം നിയമസഭാംഗമായി. പണക്കൊഴുപ്പ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തകരുടെ ആത്മാർത്ഥത കുറയുന്നതിന് കാരണമായതായി എൻ.പി. മൊയ്തീൻ പറയുന്നു. കോഴിക്കോടൊന്നും കോൺഗ്രസ് അനുകൂലമായിരുന്നു ജോണിലായി. അന്ന് AICC തീരുമാനിച്ച 77-50 മത്സരിച്ചു. കെ. മുരളീധരൻ കോഴിക്കോട്ട് കന്നിയംഗത്തിനിറങ്ങിയ 1989-ലെ തെരഞ്ഞെടുപ്പിൽ കെ. കരുണാകരൻ നിത്യവും രാത്രി വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നുവെന്ന് എൻ.പി. മൊയ്തീൻ പറഞ്ഞു. ശരീരം വഴങ്ങിയാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു വേദിയിലെങ്കിലും പോയി പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കണമെന്നാണ് എൻ.പി. മൊയ്തീന്റെ ആഗ്രഹം. ജയേഷ് രാഘവൻ, മീഡിയ 1, കോഴിക്കോട്.